മുട്ടു എങ്ങോട്ടാ മുങ്ങിയത് എന്നറിയോ? പാവം, താൻ കാരണം ടുട്ടുവിന് പറ്റിയത് കണ്ട് പേടിച്ച് വിറച്ച് ആള് വീട്ടിൽ പോയി പുതച്ചു മൂടി കിടന്ന് കരയുകയായിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ ആരോ മുട്ടിയത്. കുട്ടു പറഞ്ഞു കൊടുത്ത് തന്നെ പിടിക്കാൻ പോലീസ് വന്നതാണെന്ന് കരുതി അവൻ പേടിച്ചു. രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് മുട്ടു ഞെട്ടി. ആരാണെന്നോ അത്? നമ്മുടെ ടുട്ടു. ഹേയ് മുട്ട, ഹെല്ലോ, നീ ഇതെവിടെ ആയിരുന്നു? ടുട്ടു, നീ ഓക്കേ ആണോ? നിന്റെ തല പൊട്ടി ചോര വന്നതാണല്ലോ. ചോരയോ? നടന്നതെല്ലാം മുട്ടു പറഞ്ഞപ്പോ ടുട്ടു പൊട്ടിച്ചിരിച്ചു. എടാ പൊട്ടാ. ഫ്ലാഷ് ബാക്ക്. ഞാൻ വീണപ്പോ വെപ്രാളത്തില് അവിടെ കിടന്നൊരു കയറുമ്പോ കയറി പിടിച്ചു. ആ കയറാണെങ്കിലോ ഏതോ ഒരു പെയിന്റ് ബക്കറ്റിന്റെ മുകളിൽ കെട്ടിയതാ തോന്നുന്നു. എന്റെ കൂടെ അതും വീണുട്ടാപ്പോന്ന് പറഞ്ഞിട്ട് അതീന്ന് വന്ന ഒരു ചോന്ന പെയിന്റ് എന്റെ മേത്തു മൊത്തമായി. അമ്മേ, എന്നിട്ട് ആ പെയിന്റ് ഒക്കെ കഴുകി ക്ലീൻ ആക്കി വന്നപ്പോ നിങ്ങളെ രണ്ടാളെയും കാണാനില്ല. അല്ല, കുട്ടു എവിടെ? അയ്യോ, നമ്മുടെ കുട്ടു. മുട്ടു ടുട്ടുവിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് ഓടി. എന്നിട്ട് കുട്ടുവിനെ പുറത്തിറക്കി. ഞാൻ കാരണം ഇതൊക്കെ ഉണ്ടായേ. സോറി കുട്ടു, സോറി ടുട്ടു, ഇനി ഞാൻ വികൃതി കാട്ടില്ല. ഇറ്റ്സ് ഓക്കേ മുട്ട്, സാരില്ലടാ, പോട്ടെ. അങ്ങനെ അവർ ഹാപ്പിയായി വീണ്ടും ഒന്നു ചേർന്നു, ഉറ്റ സുഹൃത്തുക്കളായി. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends.